ഇറാനിൽ ഇസ്രായേലും യു.എസും ആക്രമണം നടത്തിയത് എന്തിനാണ്? ഇറാന്റെ ആണവ പദ്ധതിയെ തകർക്കാനെന്നാണ് ഇരു രാജ്യങ്ങളും അവകാശപ്പെട്ടത്. എന്നിട്ട് ആക്രമണത്തിലൂടെ ഇറാന്റെ ആണവ പദ്ധതിയെ തകർക്കാൻ കഴിഞ്ഞോ? കഴിഞ്ഞില്ലെന്നാണ് വിവിധ സോഴ്സുകളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഈ റിപ്പോർട്ടുകളിൽ വാസ്തവമുണ്ട്. വ്യാഴാഴ്ച ദി ന്യൂയോർക്ക് ടൈംസിൽ വന്നൊരു റിപ്പോർട്ടും ഇത് ശരിവയ്ക്കുന്നുണ്ട്. ന്യൂക്ലിയർ ആയുധം നിർമ്മിക്കാൻ കഴിയുന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇപ്പോഴും ഇറാന്റെ കൈവശമുണ്ടെന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇറാനെതിരായ യു.എസിന്റെ ബോംബാക്രമണത്തിന് ഇറാന്റെ ആണവ പദ്ധതിയെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു മുതിർന്ന ഇസ്രായേൽ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചാണ് ന്യൂയോർക്ക് ടൈംസ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 30,000 പൗണ്ട് ഭാരമുള്ള യു.എസ് ബോംബുകളാണ് ഇറാന്റെ ന്യൂക്ലിയർ ബങ്കറുകൾ തകർത്തത്. ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങളും ആക്രമണത്തിൽ നശിച്ചു എന്ന അവകാശവാദവുമായി യു.എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിന്റെ സർക്കാരും രംഗത്ത് വരികയും ചെയ്തു. ഞങ്ങൾ അവരുടെ ആണവ പരിപാടിയിൽ 1 മുതൽ 2 വർഷം വരെ കുറവ് വരുത്തിയിട്ടുണ്ടെന്നാണ് പെന്റഗൺ വക്താവ് ഷോൺ പാഴ്സണൽ കഴിഞ്ഞയാഴ്ച മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. എന്നാൽ തെളിവുകൾ നിരത്താതെയായിരുന്നു പെന്റഗണിന്റെ അവകാശവാദം. ആണവ കേന്ദ്രങ്ങളിലെ സെൻട്രിഫ്യൂജുകൾ എന്നറിയപ്പെടുന്ന 18,000 സ്പിന്നിംഗ് മെഷീനുകൾ വലിയ തോതിൽ നശിപ്പിക്കപ്പെട്ടുവെന്നാണ് ഇസ്രായേലിന്റെ വിലയിരുത്തൽ. എന്നാൽ 60% സമ്പുഷ്ടമാക്കിയ യുറേനിയം മുഴുവനായും നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇറാനിലെ ശാസ്ത്രജ്ഞർക്ക് ഇപ്പോഴും അത് ലഭ്യമാകാൻ സാധ്യതയുണ്ടെന്നും ഇസ്രായേൽ ഉന്നത ഉദ്യോഗസ്ഥൻ വിലയിരുത്തുന്നു. എന്നാൽ ഇവ ഉപയോഗിക്കാനുള്ള ശ്രമം ഉണ്ടായാൽ ഇസ്രായേൽ കണ്ടെത്തുകയും ഇറാനെ വീണ്ടും ആക്രമിക്കുകയും ചെയ്യുമെന്നും ഉദ്യോഗസ്ഥൻ മുന്നറിയിപ്പ് നൽകി. പേര് വെളിപ്പെടുത്തരുത് എന്നാവശ്യപ്പെട്ടാണ് ന്യൂയോർക്ക് ടൈംസിനോട് ഇസ്രായേലിലെ ഉന്നത ഉദ്യോഗസ്ഥൻ സംസാരിച്ചത്. 10 മാസം മുമ്പ് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രലയെ ഇസ്രായേൽ കൊലപ്പെടുത്തിയ ശേഷം ഇറാൻ ഒരു ആണവ ബോംബ് നിർമ്മിക്കാൻ ശ്രമം നടത്തിയെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ഇതിന് ഇസ്രായേലിന് തെളിവുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ആ തെളിവുകൾ യു.എസുമായി ഇസ്രായേൽ പങ്കിട്ടു. അങ്ങനെയാണ് ഇറാനെതിരെ ആക്രമണം നടത്താനുള്ള ഇസ്രായേൽ നടപടികൾ വേഗത്തിലാക്കിയതെന്നും ഉദ്യോഗസ്ഥൻ പറയുന്നു. എന്നാൽ ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ ഏജൻസിയായ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ സെക്രട്ടറി ജനറൽ റാഫേൽ ഗ്രോസി പറയുന്നത് ആക്രമണങ്ങൾ നടക്കുന്നതിന് മുമ്പ് തന്നെ ഇറാൻ അവരുടെ യുറേനിയം ശേഖരത്തിന്റെ ഭൂരിഭാഗവും നീക്കം ചെയ്തിട്ടുണ്ടെന്നാണ്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണ് ഉണ്ടായിരിക്കുന്നത്. ലോകമഹായുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന് കരുതിയ ഇസ്രായേൽ ഇറാൻ സംഘർഷം 12 ദിവസമാണ് നീണ്ടുനിന്നത്. തുടർന്ന് യു.എസിന്റെ ഇടപെടലിൽ വെടിനിർത്തൽ നിലവിൽ വന്നു. വെടിനിർത്തൽ എത്ര കാലം നീണ്ടു നിൽക്കുമെന്ന് വ്യക്തമല്ല. ഒരു ഘട്ടത്തിൽ യു.എസ് കൂടി യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്തതോടെ ലോകം മുൾമുനയിൽ നിന്നു. മറുപടിയായി ഖത്തറിലെ യു.എസിന്റെ സൈനിക താവളം ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണം നടത്തുകയും ചെയ്തു. ഇതോടെ മിഡിൽ ഈസ്റ്റ് മുഴുവൻ യുദ്ധം പടരുമോ എന്ന ആശങ്ക ഉയർന്നു. അതിനാൽ വെടിനിർത്തൽ ഏറെ ആശ്വാസം നൽകുന്നതായിരുന്നു. യു.എസ് പോലും നേരിട്ട് പങ്കെടുത്ത ഇറാന്റെ ആണവ പരീക്ഷണം പൂർണ്ണമായി നിർത്തലാക്കാതെ അവസാനിപ്പിക്കില്ലെന്ന് ശപഥം ചെയ്തു തുടങ്ങിയ യുദ്ധം എന്തുകൊണ്ടാണ് പെട്ടെന്ന് അവസാനിപ്പിച്ചത്? കാരണം ഇപ്പോഴും വ്യക്തമല്ല. ഇറാനും ഇസ്രായേലും യു.എസും യുദ്ധവിജയം അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. ജൂൺ 13-ാം തീയതിയാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം തുടങ്ങിയത്. ഇറാന്റെ കൈവശം 60% സമ്പുഷ്ടീകരിച്ച 400 കിലോഗ്രാമിലധികം യുറേനിയം ഉണ്ടെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ റിപ്പോർട്ട് ഉയർത്തിക്കാട്ടിയാണ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇറാന്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇസ്രായേലിന്റെ അത്യാധുനിക ആയുധങ്ങളെ പ്രതിരോധിക്കാൻ കഴിയില്ലെന്നായിരുന്നു ലോകം കരുതിയത്. ഏറെക്കുറെ അത് ശരിയുമായിരുന്നു. കനത്ത ആക്രമണം നടത്തിയതിനൊപ്പം ഇറാൻ സൈന്യത്തിലെയും ആണവ നിലയങ്ങളുടെ തലപ്പത്ത് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ ഇറാൻ വധിക്കുകയും ചെയ്തു. ഇതോടെ ഇറാൻ ഇനി അധികനാൾ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് കരുതി. എന്നാൽ ഇറാന്റെ പോരാട്ട വീര്യം ഇസ്രായേലിനെ ശരിക്കും അമ്പരപ്പിക്കുക തന്നെ ചെയ്തു. തുടർച്ചയായി മിസൈലുകൾ തൊടുത്ത് ഇസ്രായേലിനെ ഇറാൻ പ്രതിരോധത്തിലാക്കി. ഇസ്രായേൽ ജനത പരിഭ്രാന്തരായി. ദിവസങ്ങളോളം ആക്രമണം ഭയന്ന് ജനം ബങ്കറുകളിൽ അഭയം തേടി. ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മിസൈലുകളെ പ്രതിരോധിക്കാൻ കഴിഞ്ഞെങ്കിലും പ്രതിരോധ സംവിധാനങ്ങളെ ഭേദിച്ച് ചില മിസൈലുകൾ ജനവാസ മേഖലയിൽ പതിക്കുകയും ചെയ്തു. അതിനിടെ ഇറാന്റെ ആണവ സംവിധാനങ്ങളെ പൂർണ്ണമായി തകർക്കാൻ ഇസ്രായേലിനും യു.എസിനും കഴിയാതെയും വന്നു. അതീവ സുരക്ഷാ കവചം ഒരുക്കിയാണ് ഇറാൻ ആണവ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്.